ഹേ ഗൈസ്, എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ നോർമൽ വാട്ടർ പ്രഷറിന് വാട്ടർ പ്യൂരിഫയർ റീഫില്ലാകാനും അതേപോലെ തന്നെ എപ്പോഴും പെട്ടെന്ന് ഫിൽറ്റർ ബ്ലോക്ക് ആകുന്നു, ഈ വെള്ളത്തിൻ്റെ ഫ്ലോ അതിനൊരു ഘടകമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ സൊല്യൂഷനുണ്ട്, അതിൻ്റെ ഉള്ള ആൻസറുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വാട്ടർ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ, അതായത് ഔട്ട്പുട്ട് ഫ്ലോ വരുന്നത് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് ഫിൽറ്റർ ബ്ലോക്ക് ആകും. ഫ്ലോ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി വാട്ടർ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് ആയതുകൊണ്ട് ആ ഔട്ട്പുട്ടും സ്ലോ ആയിരിക്കും. ഓക്കെ, അത് നോർമലി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ പെട്ടെന്ന് ഫിൽറ്റർ എങ്ങനെയാണ് ബ്ലോക്ക് ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസൈഡുള്ള ആ ഒരു സെഡിമെൻറ്റ് ഫിൽറ്റർ ആണെങ്കിലും കാർബൺ ഫിൽറ്റർ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് യൂസേജ് കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് അതിൽ സെഡിമെൻസോ അല്ലെങ്കിൽ എന്ത് വന്നിട്ടാണെങ്കിലും ബ്ലോക്ക് ആകാൻ തുടങ്ങും. ആ ബ്ലോക്ക് ആകുമ്പം ആ വെള്ളത്തിന് പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ ഓവർകം ചെയ്ത് പ്രഷറിന് വരാൻ പറ്റും. പക്ഷേ ഈ ചില സമയത്ത് ഈ ഫോഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഇൻപുട്ട് ഫ്ലോയ്ക്ക് പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഡസ്റ്റിനെ ഓവർകം ചെയ്ത് വരാനുള്ള ആ വാട്ടറിന് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ഫിൽറ്റർ ചോക്കാവും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് പെട്ടെന്ന് ഫിൽറ്റർ ചോക്കാവും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇപ്പം ഈ അർബൻ കമ്പനി ആയിട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ആ പ്രോഡക്റ്റ് വെച്ചു കൊടുക്കുമ്പോൾ സമയത്ത് നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ നമ്മളുള്ള ക്ലിപ്പിങ്സൊക്കെ വെച്ചിട്ടൊക്കെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് സെപ്പറേറ്റ് ഒരു ചാർജറുണ്ട്. അപ്പോൾ ഈ മെഷീൻ്റെ ആ ഒരു ബോഡിയിൽ ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ ബോഡിയിലോ അല്ലെങ്കിൽ അകത്തൊക്കെ നമ്മൾ ടച്ച് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വാറണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ആ വാറണ്ടി ക്ലെയിം ചെയ്യുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ കാര്യങ്ങളുണ്ടാവും. ചില ബ്രാൻഡിന് അങ്ങനെ വിഷയം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഏത് ബ്രാൻഡാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻസൈഡുള്ള ഒരു സംഭവങ്ങളും ടച്ച് ചെയ്യാതെ ഫസ്റ്റ് ഇൻപുട്ട് ഇതിലോട്ട് പോകുന്നു, അതിലേക്ക് പ്രഷർ അപ്പാക്കിയിട്ട് നേരെ അതിലേക്ക് കൊടുക്കുന്നു. അവിടെ വെള്ളം നിറയുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ആകുന്നു, അത് സ്റ്റോപ്പ് ആകുന്നു. അങ്ങനെ സിമ്പിൾ വർക്കിംഗ് പ്രൊസീജിയറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനോ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതൊക്കെ വിത്തിൻ 2 or 3 മിനിറ്റ്സിനുള്ളിൽ നിറയും, കാരണം അത്രയും നല്ല ഫോഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു കസ്റ്റമർ ഇത് കുറേ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ പേരെ വിളിച്ച് സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ ഇത് അത്യാവശ്യം ഫ്ലോ ഉണ്ട്, പക്ഷേ എന്നിട്ട് പോലും കസ്റ്റമർക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബുദ്ധിമുട്ടുണ്ട്, എപ്പോഴെപ്പോഴും ഫിൽറ്റർ മാറുന്നുണ്ട്, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളൊരു ഹോസ്റ്റലാണ്, നിങ്ങൾക്ക് ഒരുപാട് വെള്ളം വേണം, എന്ത് തരമാണെങ്കിലും നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ.